തൃശൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 27 വർഷം തടവ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ദയാലാലിനെയാണ് കോടതി 27 വർഷം കഠിന തടവിന് ശിക്ഷിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതിക്ക് കൃത്യമായ ഒരു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നതെന്ന് തന്നെ കാണാം, അല്ലേ? അനൂപ്, അത്തരത്തിൽ തന്നെ അർഹിച്ച ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത്യന്തം ദാരുണമായ ഒരു സംഭവം, മൃഗീയമായ ഒരു അതിക്രമം എന്ന് വേണം തന്നെ ഈ സംഭവത്തെ പറയാൻ. പ്രതിസന്ധി ഘട്ടത്തിൽ ആത്മഹത്യക്ക് മുതിർന്ന യുവതി കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുമ്പോൾ സഹായിയായി കൂടെ ചേരുന്നു. യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന 2 ചെറിയ കുട്ടികൾ മാത്രമായിരുന്നു ബൈസ്റ്റാൻഡർമാരായി ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ മുതലാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത യുവതിയെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്നുള്ള വ്യാജേന 2003 ഇയാൾ യുവതിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയനാക്കുന്നു എന്നുള്ളതാണ് സംഭവം. ഇതേ തുടർന്ന് യുവതി പരാതിപ്പെടുകയും പോലീസ് കേസ് അന്വേഷിക്കുകയും ചെയ്തു. ദീർഘനാളുകൾക്ക് ശേഷമാണ് ഈ പ്രതിയെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതിയുടേതായിട്ടുള്ള ശിക്ഷാവിധി പുറത്തു വരുന്നത്. 1,60,000 രൂപ പിഴയും 27 വർഷം കഠിന തടവുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പോലീസിന്റെ കൃത്യമായ ഒരു അന്വേഷണം ഈ കേസിൽ നിർണായകമായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യുവതി നൽകിയ മൊഴികളും കോടതി മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ളതാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അനൂപ്, എന്തായാലും ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 27 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.